العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا ബഹുമാന്യ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും രഹസ്യ പരസ്യ തലങ്ങളിലെല്ലാം വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് തുറയിലാണെങ്കിലും അർഹമുർ റാഹിമീനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ കഴിയണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അതിന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ മൂല്യനിർണയത്തിന് വിധേയമാക്കാറുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ സൗകര്യങ്ങൾ, നമ്മുടെ വരുമാനം, നമ്മുടെ ജോലി സംബന്ധമായ മറ്റു കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന ഒരു പരിശോധന നാം നടത്തേണ്ടതാണ്. ഒരു വാഹനം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്താ ഇടയ്ക്കൊന്ന് പരിശോധിക്കും, ഓക്കെ ആണെന്ന് ഉറപ്പ് വരും, ഇടയ്ക്ക് സർവീസ് അതിൻ്റെ സമയങ്ങൾ ചെയ്തു വരും. ഇങ്ങനെ നമ്മുടെ ദുന്യവിയായ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്ന നാം എത്ര ദീനീയായ വിഷയങ്ങളിൽ ആ ഒരു പരിശോധന, സ്വന്തമായ പരിശോധന നടത്താൻ തയ്യാറാകാറുണ്ട് എന്നൊരു പരിശോധനയാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ. ജീവിതത്തിൽ ഒരു പക്ഷേ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും നമുക്ക് പറയാനുണ്ടാകാം. രോഗം അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളവരുണ്ടാകാം, സാമ്പത്തികമായ ചില പ്രയാസങ്ങളുള്ളവരുണ്ടാകാം. ഒക്കെ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, ഹിദായത്ത് എന്ന അനുഗ്രഹം ലഭിച്ചവരാണ് നാം. വേറെ എന്തുണ്ടായിട്ടും ഹിദായത്തില്ലെങ്കിൽ ഒക്കെ വെറുതെയാണ്. ഇനി വേറെ പലതും ഇല്ല, അള്ളാഹുവിൻ്റെ ഹിദായത്ത് നമുക്ക് ലഭിച്ചു. നമ്മൾ അള്ളാഹുവിന് വലിയ അനുഗ്രഹം ലഭിച്ചവരാണ്. അപ്പം ഈ അനുഗ്രഹം ലഭിച്ച, ഹിദായത്ത് ലഭിച്ച നമ്മൾ ദീനീയായി നാം ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്ന് സ്വന്തമായ ഒരു വിശകലനത്തെ വിധേയമാക്കുക. മറ്റുള്ളവരുടേത് വിശകലനം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. നമ്മുടേത് സ്വന്തമായ ഒരു വിശകലനം, ഏത് തലത്തിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം മുതൽ ഇങ്ങോട്ട് ഓരോന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭദ്രത എത്രമാത്രമുണ്ട്, അതുപോലെ ഫർളായി ചെയ്യുന്ന കാര്യങ്ങൾ എത്ര കൃത്യമായും ഭംഗിയായും പെർഫെക്റ്റായും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഹറാമ് എന്തെങ്കിലും വരുന്നുണ്ടോ ജീവിതത്തിൽ, സുന്നത്തുകൾ എടുക്കുന്നില്ലേ ജീവിതത്തിൽ, മറ്റു
പെരുമാറ്റം എങ്ങനെയാണ്? ഇങ്ങനെ തുടങ്ങി നമ്മൾ നമ്മെക്കുറിച്ച് ഒരു സെൽഫ് ഇവാലുവേഷൻ വിധേയമാക്കിയാൽ, സ്വന്തമായി നടത്തിയാൽ, അത് ഓരോ ദിവസവും വെച്ചപ്പോൾ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കിയാൽ, ടെസ്റ്റുകളിലൂടെ മറ്റു സംവിധാനങ്ങളിലൂടെ ആ അധ്യാപകൻ തൻ്റെ മുമ്പിലെ വിദ്യാർത്ഥികളെ പരിശോധിക്കാൻ തയ്യാറായാൽ ഒരു വർഷത്തെ ആ ഒരു അക്കാദമിക് ഇയർ കഴിയുമ്പോഴേക്ക് ആ കുട്ടികൾ ഏറെ മെച്ചപ്പെട്ടുണ്ടാവും. ഈ ഒരു പരിശോധന ഇല്ലെങ്കിൽ അങ്ങനെ പോകുന്നു, അത്രയും ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു പരിശോധന നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം തയ്യാറാകണം. വിശ്വാസങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശ്വാസികളാണ് നാം. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ആ റബ്ബിനെ മനം നിറഞ്ഞ് ഏൽപ്പിക്കുന്നവരാണ് നാം. സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭൗതികമായ കാര്യം നമ്മൾ ചെയ്യുന്നതോടൊപ്പം അതിനപ്പുറത്തേക്ക് ഞാൻ കാണാത്തൊരു ഖൈറ് എൻ്റെ റബ്ബ് അതിൽ വെച്ചിട്ടുണ്ടാകും എന്ന ബോധത്തോടെ പോസിറ്റീവായി സമീപിക്കും നമ്മൾ. ഒരു രോഗമാണെങ്കിൽ, ഒരു വേദനയാണെങ്കിൽ, താൽക്കാലികമായ സാമ്പത്തിക പ്രയാസമാണെങ്കിൽ, ഒരു കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ, എന്താണെങ്കിലും അങ്ങനെയാണ്. അതിന് നമ്മൾ ആ നിലക്ക് കാണും. കാരണം വിശ്വാസമുള്ളതുകൊണ്ട്. ഇല്ലാത്ത മനുഷ്യന്മാർ ആകെ തകർന്നു പോകും. ഒരു അപകടം വന്നാൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്ത ട്രാജഡി വന്നാൽ, ഒരു ദുരന്തം വന്നാൽ ആകെ മാനസികമായി തകർന്നു പോകും. വിശ്വാസികൾക്ക് ഈമാനിന്റെ ബലം കൊണ്ട്, വിശ്വാസത്തിന്റെ ബലം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും. നമ്മൾ ആലോചിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് നമുക്കുണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്താകും? ഒരു പരിശോധന. അപ്രതീക്ഷിതമായ ഒരു രോഗം, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, അപ്രതീക്ഷിതമായ മരണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം നമ്മുടെ കുടുംബത്തിലും മറ്റൊക്കെ ഉണ്ടായാൽ നാം ആലോചിക്കുക, എന്തായിരിക്കും നമ്മുടെ നിലപാട്? നോക്കൂ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ സൂറത്തുൽ അൻബിയായിലെ 83-84 ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എന്തായിരിക്കണം ഒരു വിശ്വാസിയുടെ സ്റ്റാൻഡ്, നിലപാട് എന്തായിരിക്കണം? അല്ലാഹു പറയുന്നുണ്ട്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർ വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹു പറയാണ്, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സംഭവം എന്താണ്? അദ്ദേഹത്തിന് അതിന് തഫ്സീറിൽ കാണാൻ സാധിക്കും, അതുപോലെ ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കുന്നത്, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് മാരകമായ, വളരെ പ്രയാസകരമായ രോഗമുണ്ടായി. തന്റെ ഭാര്യ ഒഴിച്ച് ബാക്കിയെല്ലാം അവർ വിട്ടുനിന്നു. അത്യാവശ്യം സമ്പത്തുണ്ടായിരുന്നു, സമ്പത്തൊക്കെ ഇല്ലാതായി. മക്കളുണ്ടായിരുന്നു, കൺമുന്നില് മക്കൾ ഓരോരുത്തരോരുത്തരും മരിച്ചു തീർന്നു. ദുനിയാവിന്റെ അയൽവലിൽ പരീക്ഷ ഉണ്ടായി. ആ പരീക്ഷത്തിന്റെ ഘട്ടമാണിത്. അല്ലാഹു പറയാണ്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. ഇത് അദ്ദേഹം പറയുന്നത്, അന്നി മസ്സനിയ ദുർ, അല്ലാഹ് എനിക്കതാ ദുർ ബാധിച്ചിരിക്കുന്നു, എനിക്കതാ പ്രയാസം വന്നിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹ് നീ അർഹമുർ റഹീമീൻ ആണല്ലോ, നീ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണല്ലോ. അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റാഹിം എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുന്നവരെന്നാണ്. റാഹിമൂൻ എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുന്നവരെന്നാണ്. കരുണ കാണിക്കുന്നവർ. അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞാലോ കരുണ കാണിക്കുന്നവരിലെ ചുറ്റും നന്നായി കരുണ കാണിക്കുന്നവനാണ്. അങ്ങനെയുള്ളവനാണല്ലോ അല്ലാഹ് നീ. എനിക്കിതാ രോഗം, ആ കരുണ എന്നോട് കാണിക്കണേ എന്നാണ്. അങ്ങനെയാ അദ്ദേഹം പ്രാർത്ഥിച്ചത്. അല്ലാഹു തആല പറയാണ്, അദ്ദേഹത്തിന് ഉത്തരം നൽകിയതിനെ കുറിച്ച്, ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറിൻ, അദ്ദേഹത്തിനുണ്ടായ ആ പ്രയാസം നാം ഇല്ലാതാക്കി. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹു, അദ്ദേഹത്തിന് കുടുംബത്തെ നൽകി എന്ന് മാത്രമല്ല അത്ര വേറെയും നൽകി. എന്നിട്ട് വിശ്വാസികളെ നാം ഓരോരുത്തരും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു ഭാഗം അല്ലാഹു പറയാണ്, എന്തേ നാം അദ്ദേഹത്തിന് കൊടുത്തത്? റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ, നാം കൊടുത്തത്, നാം അദ്ദേഹത്തിന് ആ കുടുംബത്തെ തിരിച്ചു കൊടുത്ത്
അതുപോലെ രോഗം ശിഫയാക്കി, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഇല്ലാതാക്കിയില്ലേ? റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ ഭാഗത്തുള്ള റഹ്മത്തായിട്ട് അല്ലാഹ് പറയാണ്, നമ്മുടെ ഭാഗത്തുള്ള റഹ്മത്തായിട്ടും വദിക്റാ ലിൽ ആബിദീൻ, ആബിദീങ്ങൾക്ക് അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഉത്ബോധനമായിട്ടുമാണ് എന്ന്. അപ്പൊ നമുക്കതിൽ ഉത്ബോധനമുണ്ട്, നമുക്കതിൽ ചിന്തിക്കാൻ കുറയുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശരാവുകയല്ല, അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ റഹ്മത്തിലെ പ്രതീക്ഷയോടെ ആ റബ്ബിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇതേപോലെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം നമുക്കറിയാം, ഒരു കപ്പൽ നാട് വിട്ടു പോകുന്നു. അങ്ങനെ കപ്പലിലാണ് യാത്ര. കപ്പൽ ഓവർലോഡായി. അങ്ങനെ അദ്ദേഹം കടലിലേക്ക് ചാടേണ്ടി വന്ന ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല, ചരിത്രം നമുക്ക് അറിയാം. ആ രംഗം, അദ്ദേഹത്തിന് മത്സ്യം വന്ന് വീഴുന്നു. ആ മത്സ്യത്തിന്റെ ഉള്ളിൽ വെച്ച്, രാത്രിയുടെ ഇരുട്ടിൽ വെച്ച്, സമുദ്രത്തിന്റെ ആഴിയിലെ ഘോരമായ ഇരുട്ടിൽ വെച്ച്, ആ 3 ഇരുട്ടുകൾ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. വനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ളാലിമീൻ. അല്ലാഹുവേ, നിന്റെ വഹ്ദാനിയത്ത് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു, നീ അല്ലാതെ മറ്റൊരു ആരാധനയില്ല അല്ലാഹ്. ഇന്നി മാത്രമല്ല, സുബ്ഹാനക, നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു അല്ലാഹ്. ഇന്നി കുൻതു മിനദ് ളാലിമീൻ, ഞാൻ ളാലിമീങ്ങൾ, അക്രമികൾ പെട്ടുപോയി, ഞാൻ അങ്ങനെ പോരാൻ പാടില്ലായിരുന്നു, പോന്നുപോയി അല്ലാഹ്, നീ മാപ്പാക്കണേ എന്നർത്ഥം. ശേഷമുള്ള പറയാൻ ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. വനജ്ജയ്നാഹു മിനൽ ഖമ്മി, അദ്ദേഹം ഉണ്ടായ പ്രയാസത്തിൽ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നുള്ള പറയാണ് വകദാലിക നുൻജിൽ മുഅ്മിനീൻ, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അദ്ദേഹത്തെ മാത്രമല്ല നാം അങ്ങനെ രക്ഷപ്പെടുത്തുന്നത്, അങ്ങനെയാണ് വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നത്. നാം ആരാണ്? വിശ്വാസികൾ. അല്ലാഹുവിലേക്ക്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് പറയാൻ തയ്യാറാണോ? വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പോ വിശ്വാസ രംഗത്ത് ഒരു സ്വന്തം പരിശോധന സങ്കടകരമാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. എന്താന്ന് വെച്ചാല്, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം, വിശ്വാസി അതാ ചെയ്യേണ്ടത്. സങ്കടകരം എന്താണെന്നറിയോ? അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നു, അവർക്ക് അവരുടെ പേരിൽ സത്യം ചെയ്യുന്നു. അതുപോലെ ഇപ്പൊ പറഞ്ഞു നമ്മുടെ നാടുകളിൽ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ കറങ്ങാൻ. ആരാ പടച്ചോന്ന് വെച്ചാൽ, കോഴിക്കോട് 10-30 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യനാണ് പടച്ചോനെ. ആ അദ്ദേഹമാണ് അർശിന്റെ നാഥൻ, അധിപൻ. 313 ബദരീങ്ങൾക്ക് പകരം മനുഷ്യൻ മതി എന്ന് പറഞ്ഞ് ഇനി എന്ത് പറഞ്ഞാലാണ് വിശ്വാസം പിഴക്കാൻ? അതിന് മാത്രം ഇനിയും ഇതും പിഴവല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന മനുഷ്യന്മാർ ഇനി എന്ത് പറഞ്ഞാലാ പിഴക്കുക? അങ്ങേറ്റത്തെ ശിർക്ക്. നമ്മൾ ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തി, അൽഹംദുലില്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ അല്ലാഹുവോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് ലോകത്ത് വന്ന അമ്പിയാക്കളൊക്കെയും, ഖുർആൻ പരിചയപ്പെടുത്തിയ ഔലിയാക്കളൊക്കെയും അങ്ങനെയാണ്. അല്ലാഹുവോട് ദുആ ചെയ്തവരാണ്, അല്ലാഹുവോട് മാത്രം ദുആ ചെയ്തവരാണ്, അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്തവരാണ്, അല്ലാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്തവരാണ്. അല്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇത് തന്നെയല്ലേ ഇത് നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നമ്മളൊക്കെ പറയുന്നതാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്നൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തിയാൽ ദൃഢമാകും. ഇനി മറ്റു ആരാധനാ കർമ്മങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ലേ? നിസ്കരിക്കുന്നുണ്ട് നാം, 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട് നാം. പക്ഷേ അതിൽ എത്രമാത്രം മനസ്സ് കൊടുത്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് നമസ്കാരത്തെ കുറിച്ച്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം അത് മ്ലേച്ഛ വൃത്തികളിൽ നിന്ന് മനുഷ്യരെ തടയും എന്ന് പറഞ്ഞാൽ തിന്മകളെ തടയും നിസ്കാരം. എന്തേ? നമ്മൾ നിസ്കരിക്കുമ്പോൾ എത്രയോ തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, അല്ലേ? അല്ലാഹു എത്രയോ ഇസ്തിഗ്ഫാർ. റുകൂഇൽ
സുജൂദിൽ, രണ്ട് സുജൂദുകൾക്ക് ഇടയിലെ ഇരുത്തത്തിൽ, അവസാനം തശഹുദിന്റെ സന്ദർഭത്തിൽ എല്ലാം ഇസ്തിഗ്ഫാറുകൾ ധാരാളം ഉണ്ടല്ലോ. പക്ഷേ അത് എത്ര മനസ്സ് ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യും, കുത്തിവെക്കും, കണക്ഷനൊക്കെ കൊടുക്കും. പക്ഷേ അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നേരത്തെ കുത്തിവെക്കും 10% ചാർജ് ഉള്ളതെങ്കിൽ ഇത് എടുത്തു നോക്കുമ്പോൾ 5% എന്താ സംഭവം? സ്വിച്ച് ഇട്ടിട്ടില്ല, സ്വിച്ച് ഇടാൻ മറന്നുപോയി. ഇതുപോലെ നിസ്കരിക്കുന്നില്ല. ആ നിസ്കാരം തിന്മയെ തൊട്ട് തടയുന്നില്ല എങ്കിൽ, ആ നിസ്കാരം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ, ആ നിസ്കാരം കൊണ്ട് ദറജ വർദ്ധിക്കുന്നില്ല എങ്കിൽ, ആ നിസ്കാരം കൊണ്ട് നരകത്തിൽ രക്ഷപ്പെടാനുള്ള യോഗ്യത ഉണ്ടാകുന്നില്ല എങ്കിൽ, ആ നിസ്കാരം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത ഉണ്ടാകുന്നില്ല എങ്കിൽ, ഈ പറഞ്ഞ പോലെ സ്വച്ഛിടാത്ത രൂപത്തിലാണ് ആയത്. പരിശോധിക്കുക, സ്വന്തം മറ്റൊരുത്തർ നിസ്കാരം നമ്മൾ പരിശോധിക്കേണ്ടതല്ല, നമ്മളത് പരിശോധിക്കുക. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നിസ്കരിക്കുന്നുണ്ട്, കൃത്യമാണോ? ആ രൂപത്തിൽ. ഇനി ഇതേപോലെ തന്നെ സുന്നത്ത് നമ്മൾ ഐച്ഛികമായി ചെയ്യുന്ന കുറെ കർമ്മങ്ങളുണ്ടല്ലോ. ആ കർമ്മങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെയാണോ? ആ നിലക്ക് തന്നെയാണോ? ഓരോ കർമ്മങ്ങൾക്ക് വേണ്ട ഗുണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് ആർജിച്ചുകൊണ്ട് തന്നെയാണോ ചെയ്യുന്നത് എന്ന ഒരു ഉറപ്പുവരുത്തൽ വിശ്വാസികൾ നിലക്ക് നാം നടത്തേണ്ടതുണ്ട്. ഖുർആൻ പാരായണം, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, അങ്ങനെ ചെയ്യുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ സ്വീകരിക്കാൻ യോഗ്യത ഉള്ള രൂപത്തിലാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയത് എന്ന് ഓരോരുത്തരും നോക്കണം, പരിശോധിക്കണം. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുക, വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോൾ ഈ ഒരു പരിശോധന വിശ്വാസികളെ നമ്മൾ ഡെയിലി നടത്തുക. ഒന്ന് കിടന്നുറങ്ങാൻ നേരത്ത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് താഴെ മതിയാകും. രാവിലെ ഇന്ന് എണീറ്റു ആ സമയം മുതൽ ഈ കിടന്നുറങ്ങുന്ന സമയം വരെയുള്ള ഫർളുകളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആയിട്ടാണോ ചെയ്തത്? ഹറാം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് ഉറപ്പുവരുത്തുക. സുന്നത്തുകൾ പരമാവധി ചെയ്തോ? ഒന്ന് സ്വന്തം. ഇനി വല്ല തെറ്റും വന്നു പോയോ, ആ തെറ്റ് നമുക്ക് ആ നേരത്ത് ഓർമ്മയാകും. അല്ലാഹുവേ, വന്നുപോയി, മാപ്പാക്കണേ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യും. ഇനി ആ തെറ്റുകളുടെ കൂടെ ഏതെങ്കിലും മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്ക് വീട്ടാനുണ്ടോ, സമ്പത്ത് കൊടുക്കാനുണ്ടോ, ഒരുത്തന്നെ സ്വത്ത് അന്യായമായി എടുത്തുപോയോ, അല്ലെങ്കിൽ ഒരുത്തന്നെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ വേദനിപ്പിച്ചു പോയോ, ആ മനുഷ്യനോടൊന്ന് സോറി പറയാൻ, അയാളുടെ സമ്പത്ത് എടുത്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ സ്വാഭാവികമായി തയ്യാറാണ്. അങ്ങനൊരു സ്വന്തമായ വിചാരണ നടത്തിയാൽ, സ്വന്തമായൊരു മൂല്യനിർണയം നാം നടത്തിയാൽ അടുത്ത ദിവസം അതിലേറെ മെച്ചപ്പെടൂലേ? അന്നും നടത്തി, പിറ്റേ ദിവസം അതിലേറെ നന്നാവൂലേ? അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നന്നാകൂലേ? ആ നന്നായിക്കൊണ്ടിരിക്കുന്നതിന് ഒരു ദിവസം അതിനിടയിലാവൂലേ നമ്മുടെ മരണം? നല്ല മരണമാവൂലേ? ഒരാളുമായി ഹക്ക് ബാധ്യതയില്ലാത്ത രൂപത്തിൽ, സംസാരം കൊണ്ട് വേദനയില്ലാത്ത രൂപത്തിൽ അങ്ങനെ ആകൂലേ മരണം? ആ ഒരു പോയിന്റിലേക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، فأيها الناس، أوصيكم ثانيا بتقوى الله
വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, വിശ്വാസം അതുപോലെ കർമ്മങ്ങൾ, ഇവയെക്കുറിച്ച് നമ്മൾ സ്വന്തമായ ഒരു വിശകലനം നടത്തിയാൽ നമുക്കൊരു പ്രതീക്ഷയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹ് കബൂലാക്കാൻ പറ്റിയ യോഗ്യതയോടെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷയാണ്. ഒന്ന് ഓർക്കുക, 3 നിബന്ധനകൾ ഒത്തുവരണം നമ്മുടെ ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കാൻ. അതങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു പോകണം. 3 നിബന്ധനകൾ ഒത്തുവരണം നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ. ഒന്ന്, യഥാർത്ഥ വിശ്വാസത്തോടെയായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു അമൽ അള്ളാഹു എടുക്കൂല. ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, ഇങ്ങനെ കുറേ, ഇപ്പൊ റമദാൻ വരാൻ പോവാണ്, നോമ്പനുഷ്ഠിച്ചു, ഒക്കെ ചെയ്തു. പക്ഷെ ആ മനുഷ്യന് ശിർക്കുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പകരം അല്ലാഹനെയും വിളിക്കുന്നുണ്ട്, ബദരീങ്ങളെയും വിളിക്കുന്നുണ്ട്. ഉദാഹരണം പറയാം, അങ്ങനെ ചെയ്തൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ചെയ്യുന്ന ശിർക്കാണ്. അല്ലാഹുവിന് മാത്രം കൊടുക്കേണ്ടത് ബദരീകൾ കൊടുക്കലാണ്. ആ ബദർ ശുഹദാക്കൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസം വന്നപ്പോൾ, ശത്രുക്കളെ കണ്ടുമുട്ടുന്ന ഘട്ടമുണ്ടായപ്പോൾ അവര് തേടിയത്, അവര് സഹായം ചോദിച്ചത്, അവർ ഇസ്തിഗാസ ചെയ്തത് ഇത് തസ്തഗീസുന റബ്ബക്കും, അല്ലാഹുവോടാണ്. ഖുർആൻ പറയും, ആ ബദരീങ്ങൾ ചെയ്ത പോലെ നമ്മളും അല്ലാഹുവോട് മാത്രമാണ് ഇസ്തിഗാസ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ശിർക്ക് സംഭവിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്ന ഒരു രംഗമുണ്ട് സൂറത്തു സുമറിൽ 65-ാമത്തെ ആയത്ത്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ അകപ്പെട്ടു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശിർക്ക് ചെയ്താൽ ആ മനുഷ്യന്റെ ഒരു അമലും അല്ലാഹ് എടുക്കൂല. അതുകൊണ്ട് അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, നേർച്ച അവന് മാത്രം അർപ്പിക്കുക. ഖബർ സിയാറത്തിന്റെ പേരിൽ പലരും നാട്ടിൽ നടക്കുന്നുണ്ട്. സിയാറത്തുണ്ട്, സിയാറത്ത് ഇസ്ലാമിലുണ്ട്. അതെന്താണ്? സന്ദർശിക്കുന്ന ആൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ, ആഖിറത്തിനെ കുറിച്ച് ബോധമുണ്ടാകാനാണ്, അല്ലാതെ ഖബറാളിയോട് ഇസ്തിഗാസ ചെയ്യാനല്ല. നമ്മുടെ നാട്ടിൽ സിയാറത്ത് ടൂറുമായി നടക്കുന്ന കുറെ സംഗതി ഉണ്ട്. അതൊക്കെ എന്താണ്? ഈ ഖബറാളിയോട് ചോദിക്കാനും ആ ഖബറാളിയോട് ഇസ്തിഗാസ ചെയ്യാനും പ്രാർത്ഥിക്കാനും അവിടെ നേർച്ചർപ്പിക്കാനുമാണ്. അത് ശിർക്കാണ്, എല്ലാ അമലുകളും നഷ്ടപ്പെടുത്തും. അപ്പോ ശിർക്ക് ഇല്ലാതിരിക്കണം. കൃത്യമായ വിശ്വാസത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളെ അല്ലാഹ് സ്വീകരിക്കും. ഒന്ന്. രണ്ടാമത്തേത് ഇത്തിബാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടാണ് ദീനീയായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നല്ലതല്ലേ വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. സാന്ദർഭികമായി സൂചിപ്പിക്കാൻ, റജബ് മാസമാണ്. അപ്പൊ അതാ ഈ 27 നോമ്പ് നമ്മുടെ നാട്ടിൽ ചിലർക്ക് നോൽക്കുന്നുണ്ട്, അല്ലെ? യഥാർത്ഥത്തിൽ റജബിനുള്ള സ്ഥാനം, യുദ്ധം ഹറാമാക്കപ്പെട്ട 4 അർബഅത്തുൽ ഹുറും എന്ന് പഠിപ്പിച്ച 4 പവിത്ര മാസങ്ങൾ, അതിൽ ഒന്ന് മുഹറം, മറ്റൊന്ന് ഈ റജബ്, പിന്നെ ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 4 മാസങ്ങൾ ഒരു മാസമാണ് എന്നതല്ലാത്ത പവിത്രത ഈ മാസത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജുകൾ അത് അവരുടെ ജീവിതത്തിൽ നടന്ന മുഅ്ജിസത്തുകളായിരുന്നു. അഥവാ ഒരു രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അഥവാ ബൈത്തുൽ മഖ്ദിസിലേക്ക്, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയിലേക്ക്, മൂന്ന് പേരിൽ അത് അറിയപ്പെടും. അവിടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി. അതിന് ഇസ്രാ എന്ന് പറയും. അവിടുന്ന് അവർ മേലോട്ട് 7-ാം ആകാശം വരെ, സിദ്റത്തുൽ മുൻതഹ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി. അത് മിഅ്റാജ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇസ്രാ മിഅ്റാജ്. ഇത് രണ്ടും അവിടുത്തെ വെറും ആത്മീയമോ സ്വപ്നമോ ആയിരുന്നില്ല. ആത്മീയതയോടൊപ്പം തന്നെ ശാരീരികം കൂടിയായിരുന്നു, ശരീരത്തോടൊപ്പമായി. ചില ആൾക്കാർ സ്വപ്നമാണ്, ഒരു മനസ്സുണ്ടായ ചിന്തയാണ്. അല്ല, ഈ ആയത്ത് അല്ലാഹു തആല ഈ സംഭവം പറയുന്നത് സൂറത്തുൽ ഇസ്രാന്റെ തുടക്കത്തിൽ
സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാന എന്ന് പറയാം. മിനൽ മസ്ജിദിൽ ഹറാം ഇൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹവലഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്നാ പറയുന്നത്. ആ രാത്രിയിൽ അവിടെ സുബ്ഹാന എന്ന് പറയും. ഒരു സ്വപ്നം കണ്ടാണ് എന്ത് സുബ്ഹാൻ, അതിലത്തെ അത്ഭുതം ഉണ്ടോ? അപ്പൊ അത് അത്ഭുതം, അതിൽ അത്ഭുതം അത് ശാരീരികമായും കൂടെയാണ്. അപ്പോഴേ അതിൽ മുഈസത്തുള്ളൂ. അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ആരെല്ലാം എന്തെല്ലാം കാണുന്നു. അപ്പൊ അതിന്റെ ആ അത്ഭുതം അത് എന്താന്ന് വെച്ചാൽ അത് ഈ ശാരീരികം കൂടി ആവുമ്പോഴാണ്. പിന്നെ ഈ പറയുന്ന ചില യുക്തിവാദികളെന്നോ മറ്റൊക്കെ പറയുന്ന ചില ആളുകൾ അതിനെ പറയാറുണ്ട്, ബുറാഖ് എന്ന വാഹനം അതിന്റെ മൈലേജ് എത്രയാണ്, എങ്ങനെയാണ് ഇത്ര ഉയരത്തിൽ പോയത്? ഇതുകൊണ്ട് കിട്ടുന്ന സംഗതിയല്ല. അപ്പോഴേ അത് മുഴുസത്താവുള്ളൂ. അല്ലെങ്കിൽ എന്താ അതിൽ അത്ഭുതമുള്ളത്? അതിന്റെ അപ്പുറത്തുള്ളതാണ്. ശരി, ആ സംഭവം ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. എന്നാണ് ആ സംഭവം? ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ന ദിവസമാണ് കൃത്യമായി പറയാൻ പറ്റില്ല. ചില ആൾക്കാർ റജബ് 27 ഉറപ്പിച്ചു നിൽക്കാൻ ഒരു തെളിവില്ല. പല അഭിപ്രായങ്ങളും കൂടുതൽ അഭിപ്രായം, അത്രേ ഉള്ളൂ. അത് ആ രാത്രിയിൽ പിന്നീട് ആ സംഭവം ഉണ്ടായി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ആരാധന, നിസ്കാരമോ ഒരു ദിക്റോ ഒന്നും സ്പെഷ്യൽ പഠിപ്പിച്ചിട്ടില്ല. ആ പകലിൽ എന്തെങ്കിലും നോമ്പ്, റജബ് 27 മിഅ്റാജ് നോമ്പ് നമ്മുടെ നാട്ടിൽ പ്രചാരമുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഒന്നും അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അന്ന് റജബ് 27 ഒരു നോമ്പ് നാളെ അല്ലെ, ഡേറ്റിലൊക്കെ എന്തോ അഭിപ്രായത്തിൽ നാളെ അങ്ങനെ പിന്നെ ചില ആൾക്കാർ നോക്കുന്നുണ്ട്. അങ്ങനെ ആ അനുഷ്ഠിക്കാൻ ഒരു തെളിവില്ല. പിന്നെ നോക്കിയാലോ നാളെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ റജബ് 27 പ്രത്യേക നോമ്പുണ്ട്, തെളിവൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് നോറ്റാൽ അത് ബിദ്അത്തായ നോമ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈകൾ ഒന്നും ചെയ്തിട്ടില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഒന്നുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഈ മെസ്സേജ് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിക്കുക. ബിദ്അത്ത് ചെയ്ത് കുറ്റം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. നോമ്പല്ല, അതിന് കുറ്റം കിട്ടുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ് ദീനായി ചെയ്യേണ്ടത്. അതാണ് ഇത്തിബാഅോടെ ചെയ്യണം. അല്ലാത്തതിന് പുതിയ മതത്തിൽ പുതിയതുണ്ടാക്കുന്നതിനെ ബിദ്അത്ത് എന്ന് പറയാ. അത് ചെയ്യാൻ പാടില്ല. അത് നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും എന്താണെങ്കിലും ശരി. അപ്പൊ ഇത്തിബാ, ബിദ്അത്ത് ചെയ്താൽ ആ മനുഷ്യന് പരലോകത്ത് കഠിനമായ ശിക്ഷയാണ് ഉള്ളത്. എന്നാൽ ഉള്ളത് ചെയ്യാലോ. തിങ്കളാഴ്ച നോമ്പ് സുന്നത്തുണ്ടല്ലോ, വ്യാഴാഴ്ച നോമ്പ് സുന്നത്തുണ്ടല്ലോ, അയ്യാമുൽ ബീദിലെ ആ നോമ്പുകൾ സുന്നത്തുണ്ടല്ലോ, അങ്ങനെ തുടങ്ങി വേറെ പല നോമ്പുകൾ സുന്നത്തുള്ളതുണ്ടല്ലോ. അത് ചെയ്യാവുന്നത്, അതനുഷ്ഠിക്കുക, വിദ്യാർത്ഥി വിട്ടു നിൽക്കുക. ശരി, അങ്ങനെ ഇത്തിബാ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇഖ്ലാസ്. 1 ഈമാൻ, 2 ഇത്തിബാ, 3 ഇഖ്ലാസ്. ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അമൽ ചെയ്യേണ്ടത്. എങ്കിലേ ആ അമൽ സ്വീകരിക്കും. ചെയ്യുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ കയറി 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കണം. നിസ്കരിക്കാതെ ഇരുന്നാൽ എന്താ ബാക്കിയുള്ളവർ വിചാരിക്കുക? അതിന് സ്വീകാര്യതല്ല, മാത്രം ശിക്ഷയാണ്. അതേസമയം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഞാൻ കയറിയാൽ അള്ളാഹുവിന് കൊടുക്കുന്ന തഹയ്യത്താണ്. ആ നിലക്ക് ചെയ്യുമ്പോ അത് പുണ്യമാണ്. അപ്പൊ ഇഖ്ലാസോടെ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ നാം പാലിച്ചുകൊണ്ട് ചെയ്യാൻ തയ്യാറായാൽ ഒരു സന്തോഷ വാർത്ത, അള്ളാഹു ആ പ്രവൃത്തി പാഴാക്കുകയില്ല. അള്ളാഹ് പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിലെ 30-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, ഇന്നാ ലാ നുളീഉ, തീർച്ചയായും നാം പാഴാക്കുകയില്ല, അജ്റ മൻ അഹ്സന അമല, അമൽ നന്നാക്കിയ ഈ പറഞ്ഞ ശുറൂത്തുകൾ പാലിച്ചുകൊണ്ട് അങ്ങനെ നന്നായി ചെയ്ത ആളുകളുടെ അമല് നാം പാഴാക്കൂല എന്ന് അമലുകൾ സ്വീകരിക്കേണ്ട അല്ലാഹ് പറഞ്ഞ് സന്തോഷം അറിയിക്കുക. നമ്മളെ അല്ലാഹു റബ്ബിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതേപോലെ സൂറത്ത് ത്വാഹയിലെ 112-ാമത്തെ ആയത്ത്, വമയ്യഅമൽ മിനസ് സാലിഹാത്തി വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആര് സൽക്കർമ്മം ചെയ്യുന്നുവോ ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മാ, ഒരു അക്രമവും പേടിക്കേണ്ടതില്ല, അള്ളാന്റെ ഒരു അനീതി പേടിക്കേണ്ടതില്ല, അള്ളാഹ് ചെയ്ത അമലുകളിൽ കുറവ് വരുത്തും എന്നും അവൻ പേടിക്കേണ്ടതില്ല. പ്രതീക്ഷിക്കാം നമുക്ക്. അതിനെന്ത് വേണം? ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യണം. അതിന് ആ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സ്വന്തം പരിശോധിക്കുക. കൃത്യമായിട്ടല്ലേ ചെയ്യുന്നത്? കുറവുകളില്ലല്ലോ, വല്ല കുറവുണ്ടോ? നമ്മൾ അല്ലാഹുവിനോട് ദുആ
ചെയ്യുക, അല്ലാഹുവെ പരിഹരിക്കണേ എന്ന്. അങ്ങനെയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ യാത്രക്കിടയിൽ, ജീവിതയാത്രക്കിടയിൽ ഒരിക്കൽ ഈ യാത്ര അവസാനിപ്പിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടി വരും. സമയം നമുക്കറിയില്ല, ഡേറ്റ് നമുക്കറിയില്ല, സ്ഥലം നമുക്കറിയില്ല, പക്ഷെ സംഭവിക്കും. അത് ഈ പറഞ്ഞ ഈ പരിശോധനയും നടത്തി അങ്ങനെ കർമ്മ നൈരന്തര്യത്തിൽ കൃത്യമായി വിശ്വാസത്തിലാകുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലം അവിടെ അനുഭവിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പരലോകത്ത് വിജയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, വിജയികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ദോഷങ്ങൾ അല്ലാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പള്ളിയും അനുബന്ധ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. നമ്മളോട് കഴിയുന്ന സംഭാവനകൾ, സഹായങ്ങൾ എല്ലാവരും ചെയ്യുന്നവരാണ്. അല്ലാഹു തആല അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും നമുക്കിവിടെ അതിൻ്റെ ചിലവിലേക്ക് കുറേ ചിലവുണ്ടല്ലോ ഈ പള്ളി നടന്നു പോകാൻ. അതിലേക്ക് കഴിയുന്ന പോലെ എല്ലാവരും സംഭാവനകൾ ചെയ്യണം. ഇന്ന് നാം കൊടുത്തു, അടുത്ത ദിവസം കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അത് നമുക്കറിയില്ലല്ലോ. കഴിയുന്ന പോലെ എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കണം. കഴിയുന്ന പോലെ ആത്മാർത്ഥമായി നൽകിയാൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ പരലോകത്ത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതൊക്കെ പ്രതിഫലമായിട്ടുണ്ടാകും. ഇരട്ടികളായിട്ട് അവനിവിടെ സൂക്ഷിച്ചു വെക്കും. അല്ലാഹു നമ്മിൽ നിന്നൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ.